ഈ 2014 ശേഷമാണ് ഇത്രയും ദാരുണമായിട്ട് ലക്ഷദ്വീപിനെ ഞാൻ കണ്ടത്. അതിന് മുമ്പ് വരെയും ഉണ്ട്. എൻ്റെ ഉപ്പുപ്പായൊക്കെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടുള്ളതൊക്കെ അല്ലേ നമുക്കറിയാം. പഠിച്ചു തുടങ്ങിയത്. കാരണം ഞാൻ പഠിച്ചെന്ന് പറയുന്നത്, ഞാൻ കാണുന്നത് ലക്ഷദ്വീപിന് ആവശ്യം ഒരിക്കലും എയർ ആംബുലൻസ് മാത്രം കിട്ടിയത് കൊണ്ട് അല്ല. അവിടെ വേണ്ടത് ഫുൾ ഫെസിലിറ്റിയോട് കൂടി ഉള്ള ഹോസ്പിറ്റലാണ്. നല്ല നല്ല ഡോക്ടേഴ്സാണ്. ഡോക്ടർമാരില്ല, മെഡിസിൻ ഇല്ല. ഈ എന്തിനും പാരസെറ്റമോൾ കിട്ടുന്ന ഒരു സമ്പ്രദായം. ഇതൊക്കെ മാറണ്ടേ? ഇതൊക്കെ മാറി ചിന്തിച്ചാലല്ലേ ഇനി വരും തലമുറയ്ക്കെങ്കിലും നല്ലൊരു തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ, നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അവർക്ക് നഷ്ടങ്ങളില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ശബ്ദം. ആ ശബ്ദമാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഇല്ലാന്ന് ഞാൻ പറയുന്നത്, ഇന്നും ഞാൻ ശബ്ദിക്കുന്നുണ്ടല്ലോ. ഇപ്പോ അല്ല, ആ ശബ്ദമാണ് ഉയർന്നത്, അല്ല ഒരു വ്യക്തിയോടുള്ള ഒരു വൈരാഗ്യമല്ല ഞാൻ പറയണത്. ഒരിക്കലും എനിക്ക് ഇവരൊക്കെ ആരാണെന്നുള്ളത് ഞാൻ എങ്ങനെ അറിയാന്? ഇവരുടെ ഒക്കെ ക്യാരക്ടർ എനിക്ക് എങ്ങനെ അറിയാന്? എനിക്ക് ഇവരെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ എൻ്റെ നാടിനെ ആക്രമിച്ചപ്പോൾ, എൻ്റെ നാടിന് ഇവർ സഹായം ചെയ്യാതിരിക്കുമ്പോൾ, എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ ഒരുപാട് ആളുകൾക്ക് ഈ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. ഫ്ലഷ് എന്ന് പറയുന്ന സിനിമയിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത്, ഹോസ്പിറ്റലിൻ്റെ കാര്യം അല്ലേ? അല്ലാതെ ഒരു ആളുകളെ ആക്രമിക്കുന്ന രീതിയിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ സിനിമ കണ്ടതാണ് തിയേറ്ററിൽ പോയി. ആ സിനിമയിൽ പോലും വളരെ വൃത്തിയായിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ ആരെയും ആക്രമിക്കുന്ന ഒരുത്തിയോ, ഞാൻ ഒരാളുടെ പുറകെ ഇങ്ങനെ പോകുന്ന ഒരാളോ, ബുദ്ധിമുട്ടിക്കുന്ന ഒരാളോ ഒന്നുമല്ല. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. കഥ കേട്ട് നിർമ്മിച്ചത് BJP-കാരാണ്. BJP അത് പറയാൻ പറ്റില്ല. ഇവര് നമ്മളെ ബീന കാസിം എന്ന് പറയുന്ന ഒരിക്കലും BJP-കാരിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബീന കാസിമിൽ ഞാൻ കണ്ടത് അവരുടെ ഹസ്ബൻഡാണ് BJP. അതെ, ബീന കാസിം BJP-കാരി ആയിരുന്നില്ല. BJP ഇപ്പോൾ ഭർത്താവ് ഒരു പാർട്ടി, ഭാര്യ ഒരു പാർട്ടി, ഇങ്ങനെയാണെന്ന് ഒരുപാട് ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ തരത്തിലാണ് ശരിക്കും ബീന കാസിമിനെ കണ്ടിട്ടുള്ളത്. ബീന കാസിം അങ്ങനെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഭാര്യ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്നാലും പുള്ളിക്കാരിയുടേതായിട്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമ നിർമ്മിച്ചത്. ഉറപ്പായിട്ട് എനിക്കൊരിക്കലും ബീന കാസിം എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ലാസ്റ്റ് പ്രഷർ, പുള്ളിക്കാരിക്ക് പല സ്ഥലത്തുനിന്നും ഉണ്ടായ ഒരു പ്രഷർ കാരണമാണ് അന്നത്തെ ആ പ്രശ്നങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ അതിന് മുമ്പ് ബീനത്താക്ക് ഈ സിനിമ ചെയ്യാണ്ടിരിക്കായിരുന്നല്ലോ. 100% അല്ലേ? ബീനത്ത അത്ര വലിയ പാർട്ടി പ്രേമിയാണ്, അല്ലെങ്കിൽ ഒരു BJP സപ്പോർട്ടാണ് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇതിനെ ഒരുപാട് രീതിയിൽ ഉപദ്രവിക്കായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ പേഴ്സണലി പുള്ളിക്കാരി ഉപദ്രവിച്ചിട്ടില്ല ഒരു കാര്യം പോലും. 100%. നമ്മൾ ചോദിച്ചു വന്നതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് തലയിൽ തട്ടമിടുന്ന ഒരു ഐഷ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന തലയിൽ തട്ടമിട്ട ഐഷ. അന്നും ഐഷ ചർച്ചയ്ക്ക് വരുമ്പോൾ തലയിൽ തട്ടമിട്ടല്ല പറയുന്നത്, ഇപ്പോഴുമല്ല. ആ ഐഷ സുൽത്താന എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി, മുസ്ലിമായിട്ട് കുടുംബം ജീവിക്കുന്ന, ലക്ഷദ്വീപ് എന്ന മുസ്ലിങ്ങളുടെ ഒരു സ്ഥലം തന്നെയാണ്. ആ ഐഷ മറ്റൊരു മതസ്ഥരായ സർദാർജിയുമായി വിവാഹം ചെയ്യുമ്പോൾ അവിടുത്തെ സമൂഹം എത്രമാത്രം പുറക്കപ്പെടും, മാപ്പ് തരുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഇതൊരു സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നതല്ല. സമൂഹം എന്ന് പറയുന്നത് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നോക്കാമെങ്കിൽ എല്ലാവരുടെ ഇഷ്ടം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരും നമുക്കൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ. എങ്കിൽ ആ പാർട്ട്ണറിൽ നിന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ല. ഇത് നമുക്കൊരിക്കലും, നമ്മളെ കല്യാണ മാറ്റർ ഉണ്ടല്ലോ, നമ്മളൊരാളെ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് നമ്മളെ വാപ്പയോ ഉമ്മയോ പോലും കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല. അത് നമ്മളെ ചോയ്സാണ്, നമ്മളെ സപ്പോർട്ടാണ്. നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നമ്മളെ ഉമ്മയും വാപ്പയും എല്ലാവരും നമുക്ക് അതിൻ്റെ രീതിയിൽ വളരാനും പഠിക്കാനും നമ്മളെ ഇന്നൊരു പൊസിഷനിൽ എത്തിക്കാനും ഒക്കെ ചെയ്തു തന്നതൊക്കെ വാപ്പയും ഉമ്മയാണ്. ഒരു സമ്മതം വേണം നമുക്ക് എന്ത് കാര്യത്തിനും. പക്ഷെ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയായിരിക്കും. അത് നമ്മൾ വേറെ ഒന്നും നോക്കരുത്. കാരണം നമ്മളാണ് ജീവിക്കേണ്ടത് ജീവിതകാലം മുഴുവൻ. നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമുക്ക് വേറൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അതിനി എത്ര ആയാലും. ഇപ്പം എനിക്ക് എൻ്റെ പാർട്ട്ണറിൽ നിന്ന് എനിക്കൊരു സന്തോഷമില്ല, ഒരു ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ പലരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ കുടുംബം സന്തോഷം ഉണ്ടാവില്ല, എൻ്റെ പെരുമാറ്റ രീതി മാറും, അല്ലേ? പൊതുവേ ഇത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത്തരത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം സന്തോഷിച്ചാൽ നമുക്ക് ഇവരൊക്കെ സന്തോഷിപ്പിക്കാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.